നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക്സ്, അഞ്ഞൂർ, നമ്പ്യശമ്പടി. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും മൂല്യവത്തായ ഒരു കാര്യമാണ് മാറിടം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ തന്നെ ബ്രസ്റ്റിന് വേണ്ടിയിട്ട് മരുന്ന് കുത്തി വെച്ചിട്ട് പെണ്ണായിട്ട് നടന്നിട്ട് ഈ പെണ്ണുങ്ങളുടെ ഇടയിലുള്ള വില തന്നെ കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ജന്മനാൽ സ്ത്രീയായി ജനിച്ചു കഴിഞ്ഞാൽ ഈ മുടിയുടെ നീളം കൊണ്ട് മാത്രം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ വേഷം കെട്ടിയവനേക്കാൾ ജന്മനാൽ തന്നെ സ്ത്രീയായി ജനിച്ചതിനേക്കാൾ സൗന്ദര്യത്തിലും ശരീര സൗന്ദര്യത്തിലാണ് ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ, ഈ വെച്ചാൽ ആണ് പെണ്ണായിട്ട് നടക്കുന്നവർ ചെയ്യുന്നത്. കാരണം അവരുടെ ശരീര ഭംഗി, കാരണം അതൊക്കെ ഹോർമോൺ കുത്തിവെപ്പും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മാറിടം എന്നുള്ളത് തന്നെയാണ് സ്ത്രീയെ തിരിച്ചറിയാനും സ്ത്രീ സൗന്ദര്യത്തിന് ഉള്ള തരത്തിലുള്ള ഒരു സ്ത്രീയുടേതായിട്ടുള്ള എല്ലാ സ്ത്രീത്വത്തിനും സൗന്ദര്യത്തിനും കാണാനുള്ള ഭംഗിയും ഒക്കെ ഈ മാറിടത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. മാറിടമില്ലെങ്കിൽ അവരെ കാണാൻ ഒരു തരത്തിലും ഭംഗിയൊന്നുമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പല പല ചികിത്സകൾ തന്നെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതാണ് ബ്രസ്റ്റിൻ്റെ മുകളിൽ ലിക്വിഡ് പോലത്തെ സംഭവം കുത്തി വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമുക്ക് മറ്റ് മാരകമായ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് സാധ്യത ഉണ്ടായേക്കാം. പക്ഷേ ഇതുപോലുള്ള ഒബ്സർവ് ചെയ്യുന്ന കുറേ മെഡിസിൻസ് ഉണ്ട്. ഒരു ലേപനങ്ങൾ പരട്ടി കഴിഞ്ഞിട്ട് അത് നീലണ്ട് വറ്റും, പെട്ടെന്ന് വീർക്കും. ഇതും മാറിടം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് രോഗങ്ങൾ വരാനുള്ള മറ്റ് മാരക രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഇതിനൊക്കെ ദശ വളരണം. ഈ മാറുള്ള സ്ഥലത്ത് ദശ വളരണം. പിന്നെ ഈ തൂങ്ങിക്കെടുക്കുന്ന മാറ്, കാരണം വെച്ചാൽ മാറുണ്ട് കുട്ടികൾ ഫീഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു ദശയില്ലാതെ ഈ ചായരിപ്പ തൂങ്ങിക്കെടുക്കുന്ന പോലെ കിടക്കുന്നൊരവസ്ഥ ഉണ്ട്. ഈ കാറ്റില്ലാത്ത ബലൂൺ പോലെ അങ്ങനെ കിടക്കും. എന്നാലും ഡ്രസ്സ് ഇട്ടാലും ഭംഗിയില്ല, മാറുണ്ടേനും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ദശ വന്നിട്ട് റെഡിയാവും ചെയ്യും. ഈ സാഗ് ചെയ്ത് കിടക്കുന്നത് നല്ല ടെമ്പറായിട്ട് നിൽക്കും. ഇതൊക്കെ തന്നെയാണ് സൗന്ദര്യം കെയർ ചെയ്യുന്ന ആൾക്കാർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഈ ആമസോൺ വഴി കിട്ടും, നമ്മൾ പോസ്റ്റ് വഴി അയച്ചു തരാൻ പറ്റും. ബല അശ്വഗന്ധ ഞരമെണ്ണ, അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു സംഭവം. ബല അശ്വഗന്ധ ഞരമെണ്ണ എന്ന് പറഞ്ഞത് നമ്മൾ ഈ സാധനം കുറുന്തോട്ടി, അശ്വഗന്ധം, മാതളത്തോട് മുതലായ കുറേ മരുന്നുകളിട്ട് തയ്യാറാക്കുന്നൊരു എണ്ണയാണ്. ഈ എണ്ണ നമ്മൾ മാറിൻ്റെ അവിടെ പരട്ടിയതിന് ശേഷം എന്താണ് വേണ്ടത്, നന്നായി ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ തൂങ്ങിക്കെടുക്കുന്നവർക്കും ദശയില്ലാത്തവർക്കൊക്കെ അവിടെ രക്തോട്ടം വന്നിട്ട് അവിടെ മാംസം റെഡിയായിട്ട് വരും. പിന്നെ വളരുന്ന ആളുകൾ അത് അടിയിൽ നിന്ന് മേലേക്ക് ഒഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം അടിയിൽ നിന്ന് മേലേക്ക് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരാനുള്ള ആവും ചെയ്യും. ഈ വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിനെ ഡ്രസ്സ് ലേശം ലൂസാക്കി ഇടണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഈ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന സാധനം ബ്രസ്റ്റിന് ദശ വരാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങൾ ഇന്നർ ഒഴിവാക്കിയിട്ട് ഇടലും അതുപോലെ ചെയ്യുക. ഈ മസാജ് ചെയ്തിട്ട് സാഗ് ചെയ്ത് കിടക്കുന്ന ആളുകളെ റൗണ്ടിനെ മസാജ് ചെയ്തിട്ട് ടൈറ്റുള്ള ബ്ര ഇട്ട് കഴിഞ്ഞാൽ, വെച്ചാൽ പഴയ ഒരു ബ്ര ഇതിന് മാറ്റി വെച്ചാൽ മതി. അത് ബ്ര ഇട്ട് കഴിഞ്ഞാൽ ബ്രസ്റ്റ് നേരെ സ്റ്റഡിയായി നിൽക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ മറ്റു രോഗങ്ങൾക്ക് സാധ്യതയോ കെമിക്കലോ ഒന്നുമല്ല. നമ്മൾ ആയുർവേദ മരുന്നാൽ തയ്യാറാക്കി ഉപയോഗിക്കുന്ന സാധനം. ഇത് നമുക്ക് ആമസോണിൽ കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് ഈ സംഭവം ഉപയോഗിക്കാം. ഒന്നാമത്തെ പ്രശ്നം, ജനങ്ങൾക്ക് ഇന്ന് പഴയ പോലെയല്ല. എല്ലാറ്റിനും എന്ത് അവസ്ഥയിൽ ജീവിക്കുന്നവർക്കും ഇതിനെ ശരിയാക്കിയെടുക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഇതുപോലെ തന്നെ മാറില്ലാത്തത് കൊണ്ട് ഭർത്താവിന് കണ്ടുകൂടാ, മറ്റുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളെ അടുത്തേക്ക് ഒരുപാട് പേര് വിളിക്കാറും ചോദിക്കാറൊക്കെ ഉണ്ട്. ഇതിനുള്ള പ്രതിവിധി നമുക്ക് പലവർക്കും പറഞ്ഞു കൊടുത്തിട്ടും പല ആളുകൾക്കും ഇത് ഉപയോഗിച്ചിട്ട് വളരെ റിസൾട്ട് ഉള്ളത് കൊണ്ടുമാണ് ഇത് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. ഉപയോഗിക്കുമ്പോൾ ഇതൊരു 3 മാസത്തോളം ഉപയോഗിക്കണം. അത് ഏറ്റവും കുറഞ്ഞത് 2 ബോട്ടിലെങ്കിലും ഉപയോഗിക്കണം. ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളിത് പരട്ടിയിട്ടതിന് ശേഷം 1 മണിക്കൂർ, നമ്മളൊരു മണിക്കൂർ പിടിക്കേണ്ടതാണ്. നിങ്ങളുടെ സമയാനുസരണം നിങ്ങളത് യൂസ് ചെയ്യുക. അപ്പോഴാണ് നമുക്കിത് നല്ല കരുത്തും ടെമ്പറായിട്ട് കിട്ടുക. ഈ ശരീരം മൊത്തം നമ്മൾ സൗന്ദര്യത്തെ കെയർ ചെയ്തെങ്കിൽ മാത്രം തന്നെയാണ് ജീവിതത്തിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും നമുക്കൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. ആൾക്കാർ ആ കൂറ വേഷത്തിൽ നിന്ന് നടക്കുന്ന ഒരു കാലഘട്ടമൊക്കെ മാറി. ആളുകളൊക്കെ സൗന്ദര്യത്തെ കെയർ ചെയ്തു തുടങ്ങി. ഇതിൽ തന്നെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, ഒരു കുടുംബജീവിതമായിട്ട് നടക്കുന്ന
ആളുകൾ തന്നെ ഒരു ഡ്രസ്സ് ഇട്ടാലോ ഭംഗിയില്ലാത്തത് കൊണ്ടും, അതുപോലെ തന്നെ നമ്മളൊരു ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യമുള്ള നേരത്ത് പോലും ഒരു മാറിടത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് അല്ലെങ്കിൽ ആവശ്യകത വളരെയധികം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഗാണ്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി യഥാർത്ഥ സ്ത്രീയും സ്ത്രീത്വവും സൗന്ദര്യത്തിലേക്കും ആയി വരാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു ഔഷധ ചേരുവയാണിത്. ഇത് മെലിഞ്ഞ ആളുകളാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് അശ്വഗന്ധ കൽപ്പചൂർണം എന്നുള്ള ഒരു ഫുഡ് സപ്ലിമെൻ്റ് ഉണ്ട്. ഈ അശ്വഗന്ധ കൽപ്പചൂർണം എന്നുള്ള ഈ പൊടി കഴിച്ചാൽ മാറിന് എന്ന് പറയില്ല, ശരീരത്തിന് നല്ല ഓജസ് ഉണ്ടാവും, ശരീര സൗന്ദര്യം വയ്ക്കും, ചുളിവുകൾ മാറും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് മാറും. ഇതിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ആമസോണിൽ കിട്ടുന്നതിൻ്റെ ഇതിൽ വയ്ക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതിനൊരു പ്രതിവിധിയായിട്ടാണ് നമ്മളിത് പറയുന്നത്. വളരെ അധികം മാറ് തന്നെ തലയ്ക്ക് മീതെ മാറായിട്ട് നടക്കുന്ന ആൾക്കാർ ഇയാളൊരു വീഡിയോ കണ്ടില്ലെങ്കിൽ മാറിഞ്ഞ് എവിടേക്ക് വളരാനാ തോന്നും. ഇതുള്ളവനിത് ബാധ്യതയും ഇല്ലാത്തവനിതൊരു സങ്കടം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പരിഹാരം നമ്മൾ പറയുന്നത്. ഈ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.